ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവ് തരുന്ന മോട്ടിവേഷൻ അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തനായിട്ടുള്ള അപ്പസ്തോലനായിട്ട് മാറിയ പൗലോസ്ലിഹായെക്കുറിച്ച് പറയുമ്പോൾ, പൗലോസ്ലിഹ ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് യഹൂദരുടെ എല്ലാ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുകയും എല്ലാ അറിവും നേടിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ സ്വർഗത്തിൻ്റെ മിന്നലുകൾ പതിക്കുകയും പൗലോസ്ലിഹായുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അനനിയാസിൻ്റെ അടുക്കൽ ചെല്ലുകയും അനനിയാസ് ഈ പൗലോസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുകയും കണ്ണിൻ്റെ കാഴ്ചശക്തി തിരികെ ലഭിക്കുന്നതായിട്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഈശോയ്ക്ക് വേണ്ടി ശക്തമായിട്ട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നേടുമ്പോൾ ഈ പൗലോസ്ലിഹായെ ഈശോയ്ക്ക് സാക്ഷിയായതിൻ്റെ പേരിൽ വിചാരണ ചെയ്യുവാൻ വേണ്ടി റോമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈ റോമിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലിഹ ശതാധിപനോട് പറയുന്നുണ്ട്, ഇനിയുള്ള യാത്രയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് നമുക്ക് വഴിമാറി സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ ഈ ശതാധിപൻ കപ്പിത്താൻ്റെയും കപ്പലുടമയുടെയും വാക്ക് കേട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയ കൊടുങ്കാറ്റ് വീശുകയും ആ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ രണ്ട് കാറ്റിനെ കുറിച്ച് കാണുന്നുണ്ട്. ഒരു കാറ്റ് പരിശുദ്ധാത്മാവാകുന്ന കാറ്റ്, മറ്റൊരു കാറ്റ് ഈശോയും ശിഷ്യന്മാരും ഗലിയോൻ ബാധിച്ച വ്യക്തിയിൽ നിന്ന് ആ പിശാചിനെ ഡെലിവറൻസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊടുങ്കാറ്റ്. അങ്ങനെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ പൗലോസ്ലിഹ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട, കപ്പലിന് നാശനഷ്ടം വന്നാലും നമ്മളിൽ ഒരാൾ പോലും നഷ്ടപ്പെടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇതുപോലെ പല വ്യക്തികളോടും പറയും, വഴിമാറി സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി വിശുദ്ധിയോടുകൂടി യാത്ര ചെയ്യുവാൻ പറയുമ്പോൾ പലരും ഇതൊക്കെ അവഗണിച്ച് മുൻപോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൂടുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ ജീവിതത്തിലെ ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ ഈ ജോലിക്ക് പോകുമ്പോൾ, ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എന്നോട് ആരോ ഒരു വ്യക്തി എന്നോട് പറയുന്നത് പോലെ ഇങ്ങനെ തോന്നും, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കിത് വലിയ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഇതെന്താണ് ഇങ്ങനെ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതുപോലെ ഇതേ അനുഭവത്തിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയെ നീ വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടും, ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ റൂമിലായിരിക്കുമ്പോൾ എൻ്റെ റൂമിലേക്ക് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ റൂമിൽ താമസിക്കുവാൻ വേണ്ടി വന്നു. എനിക്ക് ഈ സിഗരറ്റിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുന്ന വ്യക്തി എൻ്റെ അടുത്തെന്ന് പറയും, പ്രാർത്ഥിക്കണം, എനിക്ക് ഇതിൻ്റെ അകത്ത് മാറ്റം വരണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, റൂം മാറിക്കോളാം പറഞ്ഞു. ഞാൻ റൂം മാറി വേറെ റൂമിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ഈ ചെറുപ്പക്കാരന് ഡ്യൂട്ടിക്ക് പോകും, തിരിച്ചു വരും, ആരോടും സംസാരിക്കത്തില്ല, ഇടയ്ക്ക് ഇങ്ങനെ ബെഡിലിരുന്ന് ഇങ്ങനെ ആരോയോ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കും, ആരോടും സംസാരിക്കത്തില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ റൂമിലുള്ള ബാക്കിയുള്ള എല്ലാവരും ജോലി വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ, റൂം മാറിപ്പോയപ്പോൾ ഞാനും ഈ ചെറുപ്പക്കാരനും മാത്രമായി. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കും, എന്നാൽ ഒന്നും മിണ്ടത്തില്ല, ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ ഈ മൊബൈൽ ഒത്തിരി ഉപയോഗിക്കാറുണ്ടോ, ഈ മൊബൈലിലെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൂടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരൻ ഭയങ്കര ആവേശത്തോടു കൂടി എന്നോട് പറഞ്ഞു, AI ആണ് നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലൂടെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെയൊക്കെ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാ എന്നോട് വീണ്ടും പറഞ്ഞു, ഈ ചെറുപ്പക്കാരനോട് ഒത്തിരി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്നെ നയിക്കുന്നത് ആരോ ഒരു വ്യക്തിയാണ് എന്നെ നയിക്കുന്നത്. കാരണം ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോട് എപ്പോഴും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, എൻ്റെ മനസ്സിലിരുന്ന് എന്നോട് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതെന്ന്. എനിക്ക് ബസ്സിലുണ്ടായ അതേ അനുഭവം തന്നെ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ തുടങ്ങി. അവിടെ ജോലി സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടു, ഹോസ്പിറ്റലിൽ പോയി കാണണം, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും. എന്നാൽ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് ഉറക്കത്തിനുള്ള ഗുളിക കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാരൻ ഇത് ഗുളികയൊന്നും കഴിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനി ഈ ചെറുപ്പക്കാരനെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുന്നു. ടിക്കറ്റും 1,20,000 രൂപയും ഈ ചെറുപ്പക്കാരന് കൊടുത്തുവിട്ടു. കാരണം ഒരിക്കലും അങ്ങനെ കൊടുക്കുന്നതല്ല. എന്നാൽ ഈ ചെറുപ്പക്കാരന് ഇത്രയും ക്യാഷും ടിക്കറ്റും എല്ലാം കൊടുത്ത് ഞാൻ എയർപോർട്ടിൽ കൊണ്ട് ഈ ചെറുപ്പക്കാരനെ കയറ്റി വിട്ടു. അപ്പോൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ട്രീറ്റ്മെൻറ്റിനെ കഴിഞ്ഞും ഉപരി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ മേഖലയിൽ നിന്നും വിടുതൽ കിട്ടാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ആദിമസഭയിൽ സിംഹങ്ങൾക്ക് ഭക്ഷണമായും തെരുവിൽ വഴിവിളക്കൊക്കെ ആയിട്ടും മനുഷ്യനെ കത്തിച്ച് വെക്കുമ്പോൾ കുരിശിൽ തറച്ചു കൊല്ലുന്നു, വറചട്ടയിലിട്ട് വറക്കുന്നു. ഇങ്ങനെയുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിർവീര്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മളിൽ പലരും മോട്ടിവേഷൻ കേൾക്കുന്നവരാണ്. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചിലർ എനിക്ക് മെസ്സേജ് അയക്കും, ഇന്ന ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ് ആണ്, ഇത് കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് പലരും. എന്നാൽ ഞാനിതൊന്നും കേൾക്കാറില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ അരൂപി നമ്മളിലോട്ട് കയറി നിങ്ങൾ ചിന്തിച്ചാൽ മതി, കേൾക്കുന്നവരിൽ പലരും ചിന്തിച്ചാൽ മതി, അല്ല നമ്മുടെ സുഹൃത്തുക്കൾ, അല്ല നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് മറ്റൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന മോട്ടിവേഷൻ, പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ സാധിക്കും. അനേകർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾ, അല്ലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, പ്രാർത്ഥന അനുഭവത്തിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അതൊക്കെ സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇത് കേൾക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള ഈ അസ്വസ്ഥതകൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അരൂപികളെല്ലാം മാറിപ്പോകും. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണം എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പോഴെല്ലാം ഈ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ ലഭിക്കും. ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ ഓരോ വ്യക്തികളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ മാതാപിതാക്കന്മാരിലേക്ക്, എല്ലാ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.